രണ്ടുപേരുടെയും വിളി ഭഗവാൻ കേട്ടു. അല്ലെങ്കിലും അയ്യപ്പസ്വാമിയും ഞാനും തമ്മിലൊരു കണക്ഷനുണ്ട്. സ്വാമി കയ്യിലിരിക്കുമ്പോഴാ എനിക്ക് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായത്. എൻ്റെ അച്ഛൻ പോയതും ആ ആക്സിഡന്റില്ല. എങ്കിലും പിന്നീട് അതിനുള്ള പരിഹാരവും സ്വാമി തന്നെ കണ്ടെത്തി. എനിക്ക് മഹിയെ തന്നത് മാത്രമല്ല, എനിക്ക് കാലിന് സ്വാധീനം നഷ്ടപ്പെട്ട അതേ ജന്മമാസത്തിൽ തന്നെയാ എനിക്ക് ചലനശേഷിയും തിരിച്ചു തന്നത്. അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ എനിക്കിപ്പോഴും തോന്നുന്നത്. അല്ലെങ്കിലും മാർക്കോയ്ക്ക് ഒരു ആപത്തും വരുത്തില്ല സാറേ. അവനെ ആരാണ് ജനിപ്പിച്ചതെന്നോ എവിടെ ജനിച്ചതെന്നോ അവനും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. പക്ഷേ അവന്റെ കൂട്ടിന് ഏതോ ഒരു ശക്തിയുണ്ട്. 100% സത്യം. അല്ലെങ്കിൽ മാർക്കോ ഒരു കാരണവശാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. അതുപോലൊരു ആക്സിഡന്റാ മാർക്കോയ്ക്ക് ഉണ്ടായത്. അല്ല, എവിടെ കൊണ്ടുപോവാ? സ്കാനിങ്ങിന് കൊണ്ടുപോവാ. ഇനി 1-2 ദിവസം ICUല്, പിന്നെ വാർഡില്. അത് കഴിഞ്ഞ് പോവാം സാറേ. മുറിവൊക്കെ കരിഞ്ഞിട്ട് പോയാൽ മതി, ധൃതിയൊന്നും കൂട്ടണ്ട. ആ ശരി സാറേ. ഞാൻ അമ്മായി വിളിച്ചിട്ട് മേഘൻ ഉടനെന്ന് പറയാം. ഞാൻ ആ വിവരം അറിഞ്ഞിട്ട് പറയാതിരുന്ന അവരെന്നെ സംശയിക്കും. ആയിക്കോട്ടെ. അറിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് സ്വാതിയോട് പറയാൻ പറ്റില്ല. പറയണ്ടെന്നാ ഏട്ടത്തി പറഞ്ഞത്. കണ്ണേട്ടൻ മേഘേട്ടനെ കാണാനല്ലേ തോമസ് വൈദ്യന്റെ വീട്ടിലോട്ട് പോയത്? അവിടെ പിന്നെ എന്താ സംഭവിച്ചത്? ഒന്നും അറിയത്തില്ല മോളെ. ഇനി കണ്ണം വന്നെങ്കിൽ മാത്രമേ എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റൂ. മേഘൻ ക്രിട്ടിക്കലായിട്ട് ഹോസ്പിറ്റലാണെന്നല്ലേ വാമേട്ടൻ പറഞ്ഞത്. ഇനി ഏട്ടത്തി അവിടെ ചെന്നിട്ട് വിളിക്കുമായിരിക്കും. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും. മേഘൻ ഇത് കഷ്ടകാലമാ മോളെ. എങ്ങോട്ട് തിരിഞ്ഞാലും അവന് പരിക്കു പറ്റുവാ. ആ തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയിട്ട് ശരീരമൊക്കെ ഒന്ന് നേരെയാക്കി വന്നതാ. അപ്പോഴാ അടുത്ത തല്ലുകൊള്ളുന്നത്. മേഘേട്ടൻ പോകുന്നതും വരുന്നതും ഒക്കെ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടമ്മേ. അതുകൊണ്ടാ ഇങ്ങനൊക്കെ സംഭവിക്കുന്നെ. കണ്ണനൊന്നും സംഭവിക്കാതിരുന്നത് ഭാഗ്യം. ഇപ്പോഴത്തെ സാഹചര്യത്തില് കണ്ണൻ എന്തെങ്കിലും സംഭവിച്ചാ അതുകൊണ്ട് മെച്ചം ഉണ്ടാവുന്നത് ആ മഹാലക്ഷ്മിക്കാ. അവളാണല്ലോ നിയമപ്രകാരം അവന്റെ ഭാര്യ. ഇപ്പോഴും അവര് ബന്ധം പിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കണ്ണനില്ലാതായ സ്വത്തുക്കള് മൊത്തത്തിൽ വിഴുങ്ങാവുന്നേ അവൾക്ക് ആരെങ്കിലും ഉപദേശങ്ങൾ നൽകുന്നുണ്ടായിരിക്കും. ഇന്നലെ വരെ കണ്ണൻ മരിക്കുന്നത് നമുക്കൊക്കെ സന്തോഷമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല മോളെ. അവൻ ജീവിച്ചിരിക്കണം. കണ്ണനുണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നമുക്ക് വന്നു ചേരുന്നത് വരെ. അത് കഴിഞ്ഞു പിന്നെ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ. നമ്മൾ ചിന്തിക്കുന്ന പോലെയൊക്കെ നടക്കണമെങ്കിൽ മേഘേട്ടൻ ജീവനോടെ ഇരിക്കണം. അമ്മയ്ക്കറിയാലോ അമ്മയുടെ മോന്റെ കാര്യം. ഉണ്ണിയേട്ടനെ കൊണ്ട് ഒന്നിനും കഴിയില്ല. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മേഘേട്ടനും എന്റെ അച്ഛനും വിചാരിക്കണം. ഒരു കുഴപ്പമില്ലാതെ മേഘേട്ടൻ ജീവിതത്തിലേക്ക് മടങ്ങി എത്തിയാ മതിയായിരുന്നു. ദൈവമേ, എന്റെ ദൈവമേ. ബന്ധുക്കൾ ആരെങ്കിലും വന്നോ? ഇല്ല സർ. ബന്ധുക്കൾ ആരെങ്കിലും എത്തിയിട്ട് മതി ബാക്കിയെല്ലാം. അയ്യോ ഡോക്ടറെ, ഞാൻ അകത്ത് കിടക്കുന്ന മേഘന്റെ അമ്മയാ. ഓ, എങ്ങനെയുണ്ട് സാറേ എന്റെ മോന്?
എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് ബോധമൊന്നുമില്ല. അയ്യോ, ബ്ലഡൊക്കെ ഒരുപാട് പോയി. തലയ്ക്കാ ഇഞ്ചുറി പറ്റിയിരിക്കുന്നത്. കണ്ടീഷൻ വളരെ മോശമാണ്. അയ്യോ ഡോക്ടറെ, ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്യുന്നുണ്ട്. ബ്ലഡൊക്കെ വേണ്ടി വരും, അതൊക്കെ അറേഞ്ച് ചെയ്യണം. ശരി ഡോക്ടറെ. എങ്ങനെയുണ്ട് ഡോക്ടറെ മേഘന്? അതുതന്നെയാ അയാളുടെ അമ്മയോടും പറഞ്ഞുകൊണ്ട് നിന്നത്. വളരെ പരുങ്ങലിലാണ് കാര്യങ്ങൾ. മോനെ, ബ്ലഡൊക്കെ വേണോന്നാ പറയുന്നേ. സാരമില്ലമ്മായി, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാം. എന്താ മോനെ സംഭവിച്ചത്? നിനക്കൊപ്പുവാ പുറത്തോട്ട് പോയതെന്ന് ദുർഗ വിളിച്ചപ്പം പറഞ്ഞായിരുന്നല്ലോ. ആ അതെ, ഞങ്ങൾ ഒന്നിച്ചാ പോയത്. അതിനിടയ്ക്ക് ആ മാർക്കോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നായിരുന്നു. അവിടെ വെച്ച് മാർക്കോയും മേഘനും തമ്മിൽ ക്ലാഷ് ഉണ്ടായി. ബാക്കിയൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇങ്ങോട്ട് വന്നിട്ട് കുറെ നേരമായി. അവനെ പറഞ്ഞു വിട്ടത് അവളായിരിക്കും, എന്റെ കുഞ്ഞിനെ കൊല്ലാനായിട്ട്. ആരെ പറഞ്ഞു വിട്ടേന്നൊന്നും അറിയില്ല. എന്തായാലും കൃത്യസമയത്ത് മാർക്കോ അവിടെ എത്തി. ഞാൻ പിന്നെ വീൽ ചെയറിലല്ലേ അമ്മായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആളും പേരും ഇല്ലാത്തൊരു സ്ഥലത്തോട്ടാണ് എന്നെ കൊണ്ടുപോയത്. ആ അതുകൊണ്ടാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വൈകിയത്. വഴിയിൽ കൂടെ വന്ന 2 ആൾക്കാരോട് പറഞ്ഞപ്പോ അവരാദ്യം കൊണ്ടുപോയത് വേറെ ഏതോ ഹോസ്പിറ്റലിലേക്കാ. ആ അത് കഴിഞ്ഞിട്ടാ ഇവിടെ എത്തിച്ചത്. ഞാൻ പിന്നെ സുമേഷ് ഏട്ടനെ വരുത്തി ഇങ്ങോട്ട് വരികയായിരുന്നു. ബാക്കിയൊക്കെ പിന്നീട് സംസാരിക്കാം. ഏതായാലും അമ്മായി ടെൻഷനാവണ്ട. അവന്റെ കാര്യം എന്തായി സാറേ? അവന് ബോധമൊന്നും വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. മാർക്കോ ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥയില അവനിപ്പോ. എന്നുവെച്ചാ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ചോര വാർന്നു പോയി കാണും. എന്തായാലും അവൻ റിക്കവറായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ വീൽ ചെയർ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നേക്കും. അവൻ മിക്കവാറും ഈ ഹോസ്പിറ്റൽ വിട്ട് പുറത്ത് പോകത്തില്ല സാറേ. എന്തായാലും അവൻ കുറേ നാളത്തേക്ക് ശല്യത്തിനൊന്നും വരുമെന്ന് തോന്നുന്നില്ല. ആ ഞാൻ ലോപ്പസിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അയ്യോ അത് വേണ്ടായിരുന്നു സാറേ. ആ എന്താ വേണ്ടെന്ന് പറയുന്നേ? അവന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് സാറേ. ആയിക്കോട്ടെ, അവൻ എൻ്റെ അനിയനല്ലേ. തൽക്കാലം എനിക്ക് അവനെ സഹായിക്കാനുള്ള പണവും ഉണ്ട്. ഇനിയൊരു ജോലി വാഗ്ദാനം ചെയ്താൽ നിങ്ങൾ ആരും വന്നത് ചെയ്യേയില്ല. അങ്ങനെയുള്ളപ്പോ ഇതുപോലെ ആപത്ത് വരുമ്പോ ഞാൻ സഹായം ചെയ്യണ്ടേ? എനിക്ക് വേണ്ടിയിട്ടാ മാർക്ക് പിന്നാലെ വന്നത്. ഒരബദ്ധം കാണിച്ചു. മാർക്ക് മുന്നിൽ പോകാതെ ഞങ്ങളെ ഫോളോ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയെങ്കിൽ അവന് വണ്ടി കൊണ്ടുപോയി ഇടിക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, മേഘന്റെ കയ്യിൽ തോക്കുണ്ട്. ഒരുപക്ഷെ എന്നെ കൊണ്ടുപോയത് ഷൂട്ട് ചെയ്യാനായിരുന്നോ എന്നറിയില്ല. എന്തായാലും മാർക്ക് രക്ഷപ്പെട്ടല്ലോ. ഇനി രക്ഷപ്പെടുമോ ഇല്ലയോ എന്നറിയേണ്ടത് മേഘന. മാർക്കോ തിരിച്ചു വന്നതോടെ ശ്വാസം നേരെ വീണു സാറേ. ഇനിയിപ്പോ മേഘൻ നമ്മുടെ പരിധിക്കുള്ളില്ല. എന്നാൽ സാറ് നടന്ന കാര്യം ആരായിരിക്കും ഈ മേഘനോട് പറഞ്ഞത്? അതാ ഞാൻ ആലോചിക്കുന്നേ. അന്ന് മലയ്ക്ക് വന്നവൻ സംസാരിച്ച് തുടങ്ങിയോന്നറിയില്ല. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കോ ഡിസ്ചാർജ് ആവട്ടെ. അത് കഴിഞ്ഞ് അവന്മാരൊന്ന് കാണാൻ പോകുന്നുണ്ട്. ആ ഞാനിപ്പോഴേ മഹിയെ കണ്ടിട്ട് ലോപ്സിനെ വിളിക്കാം. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ. ശരി സാർ.
കണ്ണേട്ടിനെത്തിയിലെടുത്തി? ഇല്ല മഞ്ജു, എത്താറായെന്നാ പറഞ്ഞത്. ഞാനും ലേഖേച്ചിയും കൂടെ അടുക്കളയിൽ പുതിയ ചില പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു ഏട്ടത്തിക്ക് തരാനായിട്ട്. ഇന്ന് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. എങ്ങനെ കഴിക്കാനാ മഞ്ജു? അതുപോലുള്ള സംഭവങ്ങളല്ലേ ഉണ്ടായത്. കണ്ണേട്ടിനെത്തിയില്ല. എന്തായി കണ്ണേട്ടാ? ആ, സർജറിയൊക്കെ കഴിഞ്ഞു. മാർക്കോയെ ഐസിയുലേക്ക് മാറ്റി. മറ്റവൻ്റെ ആരും സീരിയസാ. അവിടെ അമ്മായി എത്തിയിട്ടുണ്ട്. ഡോക്ടർ അവനെ പറ്റി പ്രതീക്ഷയോടെ അല്ല സംസാരിച്ചത്. അവൻ പോന്നെങ്കി പോട്ടെ കണ്ണേട്ടാ. അങ്ങനെ ഒരുത്തിന് എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അവനെ കൊണ്ട് എന്ത് പ്രയോജനം ഉള്ളത്? സ്വന്തം കുടുംബത്തിന് പോലുമില്ല. മാർക്കോയുടെ കാര്യം പറഞ്ഞത് സത്യമാണല്ലോ കണ്ണേട്ടാ. താനെന്തിനാ സത്യമാണോ എന്ന് ഏത് നേരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ? പരിക്ക് പറ്റി കിടക്കുന്ന മാർക്കോയെ കാണാനും പറ്റില്ല, മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാനും പറ്റില്ല. എന്റെ ടെൻഷൻ കൊണ്ടല്ലേ കണ്ണേട്ടാ ഞാൻ അങ്ങനെ ചോദിക്കുന്നേ. ഞാൻ തന്നോട് സംസാരിച്ചതാണ് സത്യം. അവിടെ കൊണ്ടുവരുന്ന സമയത്ത് മാർക്കോ വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. അതുകൊണ്ടാ മുന്നിലുള്ള അപകടത്തെക്കുറിച്ച് പോലും ചിന്തിക്കാതെ ക്ഷേത്രത്തിലേക്ക് പോയതും അവനു വേണ്ടി ശയനപ്രദക്ഷിണം നടത്തിയതും. എന്നാ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഡോക്ടർ പോലും കണ്ണു തള്ളിപ്പോയി. അതുപോലെയാ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അതുമാത്രമല്ല, അവനു വേണ്ടി ഞാനുൾപ്പെടെ പലരും ബ്ലഡ് കൊടുത്തായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. കഷ്ടിച്ച് ഒരു കുപ്പിയോ മറ്റോ ആവശ്യം വന്നോളൂ. അവനെ നോക്കിയ ഡോക്ടറുടെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. എടുത്തി വിഷമിക്കണ്ട. ഏട്ടൻ പറഞ്ഞത് ശരിയാണോ അല്ലേന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പറയാം. എന്തായാലും എനിക്ക് മേഘന്റെ കാര്യം അറിയാൻ ആകാംക്ഷയുണ്ട്. ഞാനേ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാട്ടാ. ആ, എന്നാ കാറിൽ പൊക്കെ മോളെ. വേണ്ട, പുറത്തോട്ടിറങ്ങി ഓട്ടോ കിട്ടുമല്ലോ. ഞാൻ ഓട്ടോയിൽ പോയിട്ട് വരാം. ഞാനേ എന്റെ പേഴ്സ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. തനിക്ക് പോണമെന്നുണ്ടോ? വേണ്ട കണ്ണേട്ടാ, അവള് പോയിട്ട് വരട്ടെ. കണ്ണേട്ടമ്മാ, പുറത്ത് നിൽക്കണ്ട. ഏട്ടാ, എടുത്തി, ഞാനിന്ന് പോയിട്ട് വരാം. അല്ല, ലേഖ എവിടെ? ലേഖ അടുക്കളയിൽ എന്തൊക്കെയോ പാചകത്തിലാ. അനന്തോട്ടം പുറത്തു പോയിട്ട് വന്നിട്ടില്ല. കണ്ണേട്ടമ്മാ. ആ, വാ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഞാൻ വന്നത് മാർക്കോയെ കാണാനാ. ഓ, അപ്പോഴാ അറിഞ്ഞത് അമ്മായിയുടെ മോനും അമ്മായി ഇവിടെ ഉണ്ടെന്ന്. പിന്നൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. എന്തിന് നീ എന്നെ അവനെ കാണുന്നത്? കണ്ട് സന്തോഷിക്കാനോ? അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് എനിക്ക് ദുഃഖമൊന്നുമില്ല. അങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം തകർത്തവനല്ലേ അകത്ത് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരുത്തൻ ജീവിച്ചിരിക്കണമെന്ന് പോലും എനിക്ക് ആഗ്രഹമില്ല. ഇത് പറയാനാണോടി നീ ഇങ്ങോട്ട് വന്നത്? പറയാൻ മാത്രമല്ല, ബോധമില്ലാതെ കിടക്കുന്ന അവനെ ഒന്ന് കാണണമെന്നും ഉണ്ടായിരുന്നു. നീയും ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവളും ഒക്കെ ഒരേ ഗണത്തിൽപ്പെട്ടതാ. അതുകൊണ്ടാണ് നീയൊക്കെ ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നത്. ഏട്ടത്തിയുടെ കാര്യം പോട്ടെ, അതേപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ നിങ്ങളുടെ മോനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണവും നിങ്ങൾക്കൊക്കെ അറിയാം. ഇപ്പോ കോടതി പറഞ്ഞിട്ട് ഒരുത്തിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടല്ലോ സ്വന്തം മോൻ.
അത് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അവൻ ഉണ്ടാക്കിയ ബന്ധത്തിന്റെ പേരില. ഞാനും അവനും തമ്മിൽ ഒന്നിക്കുന്നതിന് മുമ്പ് അവൻ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് മാത്രമല്ല, മറ്റു പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ മറച്ചു പിടിച്ചോണ്ടാ നിങ്ങൾ മകനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നേ. നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളോട് തർക്കിക്കാനൊന്നും അല്ല ഞാൻ വന്നത്. എനിക്കതിന്റെ ആവശ്യവുമില്ല. ഇപ്പോഴേ മാന്യമായിട്ടാ ഞാൻ ജീവിക്കുന്നത്, എന്റെ ഭർത്താവിനൊപ്പം. ഓ ഓ ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്റെ അമ്മയും അമ്മാവനും അമ്മായിയും ഒക്കെ ആണെന്ന് മനസ്സിലാക്കിയോളാം ഞാൻ. അതുപോലെ തന്നെ ഇപ്പൊ ഈ അകത്ത് കിടക്കുന്നവനോട് എനിക്ക് ഒരു സിമ്പതിയും ഇല്ല. അവനെ പോലെ അന്യന്റെ സ്വത്ത് മോഹിക്കുന്ന ഒരുത്തൻ ഈ ലോകത്ത് വേറെ കാണില്ല. എന്തിനാ അവൻ കണ്ണേട്ടനുമായിട്ട് കാറിൽ പോയത്? ആ പാവത്തിനെ കൊല്ലാനോ? കണ്ണേട്ടനിപ്പോ അവനെ വലിയ വിശ്വാസമാ. പക്ഷെ എനിക്കറിയാം എല്ലാവരുടെയും മനസ്സിലിരിപ്പ് എന്താണെന്ന്. നാണമില്ലേ നിങ്ങക്ക്? സ്വന്തം മോളെ കൊണ്ടുപോയി എന്റെ തറവാട്ടിൽ നിർത്താൻ. ആ തറവാട്ടിന്ന് നീ പുറത്താക്കപ്പെട്ടവളാ. അങ്ങനെയുള്ള ഒരുവള് അതേപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അവിടെ എന്റെ മോളെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെങ്കിലേ അത് കണ്ണം പറഞ്ഞിട്ടാ. കണ്ണേട്ടന് ഒരിക്കലും അങ്ങനെ പറയില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഇനി കണ്ണേട്ടനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണമെന്ന്. എന്നിട്ട് കണ്ണേട്ടന്റെ സ്വത്തുകൾ തട്ടിയെടുക്കണമെന്ന്. നേരത്തെ അതിന് കഴിയുമായിരുന്നല്ലോ, പിന്നെ എന്താ അത് ചെയ്യാതിരുന്നേ? അന്ന് അവൾക്ക് വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ആള് ആവശ്യമില്ലായിരുന്നു. ഓ, ഇപ്പൊ ആവശ്യമുള്ള ഒരുത്തി വന്നല്ലോ. എന്നിട്ട് അവൾ എന്താ ചെയ്തേന്ന് എല്ലാരും കണ്ടല്ലോ. ആരാടി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ? അതാരും ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഓ, അതിന്റെ പേരില് ഞാൻ ഏടത്തിയെ ന്യായീകരിച്ചിട്ടുമില്ല. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മുഖത്ത് നോക്കി പറയും. അകത്ത് കിടക്കുന്നവന്റെ അമ്മയാ. എന്നാലും ഞാൻ എന്റെ നെഞ്ചിൽ തട്ടി പറയുവാ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് അവനെ പുറത്തിറക്കുന്നത് വെള്ള പുതപ്പിച്ചായിരിക്കണമെന്നാ എന്റെ പ്രാർത്ഥന. തുറച്ചു നോക്കണ്ട. അവനെ കൊണ്ട് ഭാവിയില് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ആർക്കും ഉണ്ടാവില്ല. അന്യന്റെ സ്വത്തും പണവും മോഹിച്ച് നടക്കുന്നവര് അതിനു വേണ്ടി സ്വന്തം അച്ഛനെയും അമ്മയും വരെ കഴുത്ത് ഞെരിച്ചു കൊല്ലും. അത് ഓർത്തോ നിങ്ങള്. ഈശ്വര, എന്റെ മോൻ. മഞ്ജു, മാർക്കോയ്ക്ക് കുഴപ്പമില്ലെന്ന് അറിഞ്ഞു. അത് സത്യം തന്നെയാണല്ലോ. ഒരു കുഴപ്പമില്ല മഞ്ജു. ചിലപ്പോ ഇന്നോ നാളെയോ അവനെ വാർഡിലേക്ക് മാറ്റിയേക്കും. ഏട്ടത്തി പ്രാർത്ഥനയോട് പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്ന് വേണം പറയാൻ. ഇവിടെ കൊണ്ടുവരുമ്പോ ഡോക്ടർമാർക്ക് പോലും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എന്നോടും കണ്ണ സാറിനോടും ഒക്കെ അങ്ങനെയാ സംസാരിച്ചത്. ഞങ്ങൾ ബ്ലഡിന് വേണ്ടിയൊക്കെ ഓടി നടക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഒരു കുപ്പി ബ്ലഡേ വേണ്ടി വന്നുള്ളൂ. ആഴത്തിലുള്ള മുറിവൊക്കെ പെട്ടെന്നാ നികന്നു പോയത്. അതെങ്ങനാ പറ്റിയതെന്ന് ഡോക്ടർമാർക്ക് പോലും നിശ്ചയമില്ല. അത്രത്തോളം നന്മ ചെയ്യുന്ന കൂട്ടത്തിലല്ലേ മാർക്കോ? അത് ദൈവങ്ങൾ കാണാതിരിക്കില്ലല്ലോ. എന്തായാലും മഹാ അത്ഭുതം തന്നെയാണ് സംഭവിച്ചത്. ഇപ്പൊ ഒന്ന് കേറി കാണാൻ പറ്റുമോ? ഇത് വിസിറ്റിംഗ് ടൈം അല്ല. എന്നാ പിന്നെ വേണ്ട. മാർക്കോയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് തന്നെ വലിയ ആശ്വാസമാ. മറ്റവനിപ്പോ ഓപ്പറേഷൻ തിയേറ്ററില്ല. ഞാൻ അമ്മായിയെ കണ്ടിട്ടാ വരുന്നത്. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ മരിക്കുന്നതാ നല്ലതെന്ന് അവന്റെ അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. കണ്ണൻ സാറ് നടന്ന കാര്യം അവൻ അറിഞ്ഞു കഴിഞ്ഞു. കഥകളെല്ലാം മഞ്ജുവിനോട് കണ്ണൻ സാറ് പറഞ്ഞു കാണുമല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് അവന്റെ നാവിന്ന് പുറത്തു വരാതിരിക്കാൻ മിക്കവാറും അവനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു വിടേണ്ടി വരും. അത് മാത്രമല്ലല്ലോ, മാർക്കോയെ അവൻ കാറിടിച്ച് വീഴ്ത്തില്ലേ?
അവനറിയാം മുന്നിൽ ആയുധവുമായിട്ട് ചെന്നാ പോലും മാർക്കോയെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അതുകൊണ്ടാ ഈ അറ്റകൈ പ്രയോഗം നടത്തിയതവൻ. എന്തായാലും കണ്ണൻ സാറിന് പിന്നാലെ അവനെ പറഞ്ഞു വിട്ടത് നന്നായി. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കണ്ണൻ സാറിനെ കാണാൻ പറ്റില്ലായിരുന്നു. അത് ശരിയാ ലോപ്പസേട്ടാ. എന്റെ കണ്ണിട്ട് നടന്നെന്നറിഞ്ഞ ശേഷം മനനയത്തിലും വിളിച്ചോണ്ട് പോയത് കൊല്ലാൻ തന്നെയാ. മഹാഭാഗ്യം കൊണ്ടാ ഇപ്പൊ കണ്ണീടിനും മാർക്കോ ഒക്കെ രക്ഷപ്പെട്ടത്. എന്തായാലും അവൻ ഒന്നുകിൽ മരിക്കണം, അല്ലെങ്കിൽ അവൻ മരിച്ചതുപോലെ കിടക്കണം. അതാ എന്റെ ആഗ്രഹം.